ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സ്പ്രൗട്ടഡ് മൂങ്കിൻ്റെ അതായത് ചെറുപയറിൻ്റെ ഒരു മസാലക്കറിയാണ് തയ്യാറാക്കാൻ പോണത്. ഇത് ഞാനൊരു 150 ഗ്രാം എടുത്തിട്ട് കുതിർത്തിയിട്ട് മുളപ്പിച്ചെടുത്ത് വേവിച്ചതിനത്. ഞാൻ കുക്കറിലൊന്നും വേവിച്ചില്ല, ഈ പാത്രത്തിലാണ് വേവിച്ചത്. കുക്കറിൽ വേണമെങ്കിൽ അതിൽ വേവിക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ഏതെങ്കിലും കുറച്ചെടുക്കുക. അപ്പോൾ അതിലേക്ക് ഞാനൊരു വലിയ കാന്ത എടുത്തിട്ടുണ്ട്. അതൊന്ന് വാട്ടിയെടുക്കണം അതിൽ. പിന്നെ അതിലേക്ക് ഞാനൊരു ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും കൂടെ 1 സ്പൂണുള്ളൂ അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ തക്കാളി ഒരു 2 എടുത്തിട്ടുണ്ട്. അത് ഞാൻ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പേസ്റ്റൊന്നും ആക്കണ്ട, ഒരു തരിയായിട്ട് കിട്ടുന്ന വിധത്തിൽ അടിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് വാങ്ങണം. അപ്പോൾ ഇതിലേക്കൊന്ന് കുറച്ചൊന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത്, പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അത് വേഗം വാടിക്കോളും. ഞാൻ ഈ ചെറുപയർ വേവിക്കുമ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഉപ്പിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിനൊന്ന് വാടട്ടെ നന്നായിട്ട്. ഇത് നന്നായി മൂത്ത് മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ നിറയെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ അതിൻ്റെ കുറച്ച് താഴെയായിട്ട് മുളക് പൊടി, പിന്നെ മറ്റേതിലെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, എന്നാലും കുറച്ച് ഇതിലും ഇടാം. ഇതൊന്നും പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഈ തക്കാളി തരിയായി ഒന്നും അരച്ചത് ഇതിലേക്ക് ഒഴിക്കാം. കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ച് അതിൽ ഒഴിക്കാം. ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഇതിൻ്റെ എണ്ണ അങ്ങനെ തിരിയുമ്പോൾ നമുക്ക് എണ്ണ ഒന്ന് വേർപെട്ട് കാണാം. നമുക്ക് എണ്ണ തെളിഞ്ഞ് കാണാം. അപ്പം നമുക്ക് ആ വേവിച്ചിട്ടുള്ള ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ എണ്ണയൊക്കെ കുറച്ചായിട്ട് മേലെ തെളിഞ്ഞിട്ടുണ്ട്. നമ്മൾ പിന്നെ കൂടുതൽ എണ്ണ ഒഴിക്കാത്ത കാരണമാണ് കൂടുതൽ കാണാത്തത്. അപ്പോൾ ഏറ്റവും കുറവ് എണ്ണ ഉപയോഗിക്കുക നമ്മൾ. അപ്പോൾ കുറച്ച് തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നന്നായി വാടി അതിൻ്റെ നല്ല മസാലയുടെ മണമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വേവിച്ച് വെച്ച ഈ മൂങ്ക് ഇതിലേക്ക്, സ്പ്രൗട്ടഡ് മൂങ്ക് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ള കുറച്ച് വെള്ളത്തോടു കൂടെ വേവിച്ചാലും കുഴപ്പമില്ല. അതിൽ കിടന്നിട്ട് അത് വറ്റിക്കോളും. ഇതിൽ കുറേ വെള്ളം ഉണ്ടാവില്ല, ഗ്രേവി ഇത്തിരി തിക്കായിട്ടാവും ഉണ്ടാവുക. ഇതൊക്കെ ഒന്ന് മിക്സ് ആവണം. ഇനി തിളച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് തിളയ്ക്കേണ്ട വരും. ഇനി ഇതിലേക്ക് 1-2 മസാലയും കൂടി ഇടാനുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മതി. പിന്നെ കുറച്ച് ജീരകം പൊടി, ഇത് വറുത്ത് പൊടിച്ച് വെച്ചതിന് അതൊരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. നന്നായി മിക്സ് ആക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട എല്ലാത്തിനും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഞാൻ ചിലർ ഈ എന്താ പറയുക മല്ലിയില ഇടണതിൽ കറിവേപ്പില ഇടില്ല. ഞാൻ ഇടാറുണ്ട്, രണ്ടും ഇടാറുണ്ട് ഞാൻ.
അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തിടുന്നത് അതും കൂടെ മേലെക്കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്പ്രൗട്ടഡ് മൂങ്ങിൻ്റെ കറി തയ്യാറായി. അത് ചോറിലേക്ക് ചപ്പാത്തിയിലേക്ക് എന്തെങ്കിലും വേണമെങ്കിലും കൂട്ടാം. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു കറിയാണത്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്നെ പ്രൊമോട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. താങ്ക് യു.